ഹലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ കുറച്ച് തുലിപ്പിൻ്റെ സീഡ് കഴിഞ്ഞ വർഷം നമ്മൾ തുലിപ്പിൻ്റെ ബൾബ് വാങ്ങിച്ചിട്ട് ഇട്ടായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസം. അപ്പോൾ ഇപ്പോൾ അത് ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഈ തുലിപ്പിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ കേട്ടോ. പല തരത്തിലുള്ള ഫ്ലവേഴ്സാണ് ഇത്, പല കളറിൻ്റെയും പല ടൈപ്പും ഉണ്ട്. പിന്നെ ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു വീടിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഗാർഡൻ ഉണ്ട്, നമുക്ക് ഒരു സെൻറ്റെന്ന് പറയാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്യാമെന്ന് ഓർത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ വീട്ടിൽ വന്നത് മാർച്ച് മാസത്തിലായിരുന്നു. അപ്പോൾ നമ്മൾ കൃഷിയൊക്കെ ഇട്ടത് ഇവിടെ ഒന്ന് സെറ്റിലായിട്ട് നമ്മളൊരു ജൂൺ മാസമൊക്കെ ആയിരുന്നു നമ്മൾ കൃഷിയൊക്കെ ഇട്ടത്. എന്നാലും നമുക്ക് ഒത്തിരി പയറും ബീൻസ് പയറാണ്, ബീൻസും പൊട്ടറ്റോയും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ പറിച്ചെടുത്തായിരുന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾ ഓർത്തു വെയിലൊക്കെ കണ്ടപ്പോഴേക്കും ഓർച്ചിട്ട് നേരത്തെ നമ്മൾ വിത്തൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ ഇതെല്ലാം പറിച്ചെടുക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് കുറച്ച് ഉള്ളിയുടെ തടം എടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കമ്പോസ്റ്റ് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയുടെ വിത്ത് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി വാളരിപ്പയർ പറിച്ചായിരുന്നു. ഈ കത്തിപ്പയർ പോലെ നാട്ടിൽ കിട്ടത്തില്ലേ, ആ ഒരു പയറിൻ്റെ തൈ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ആ തൈ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതും ഒരു 3-4 എണ്ണം ഞങ്ങളവിടെ നട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ വിത്ത് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് മുളപ്പിച്ച് നമ്മൾ തൈ ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ബീട്രൂട്ടിൻ്റെ തൈ മേടിച്ചായിരുന്നേ, അതും കൂടെ ഒന്ന് നമ്മളവിടെ നട്ട് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പൊട്ടറ്റോയും കൂടെ നട്ട് വെക്കാൻ ഓർത്തു. അപ്പോൾ പൊട്ടറ്റോയ്ക്ക് നമ്മൾ ഇങ്ങനെ കുറച്ച് കമ്പോസ്റ്റ് മണ്ണും പിന്നെ നമ്മുടെ ഗാർഡനിലുള്ള മണ്ണും എല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ ഒരു ബെഡ് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് നമ്മളൊരു 3 തരത്തിലുള്ള പൊട്ടറ്റോയാണ് അതിലേക്ക് ഇടുന്നത്. പിങ്ക് പൊട്ടറ്റോയും വൈറ്റ് പൊട്ടറ്റോയും പിന്നെ കുറച്ച് ബേബി പൊട്ടറ്റോയും കൂടെ അതിനകത്തേക്ക് പാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം ആക്ച്വലി ഞങ്ങൾ ഈ പൊട്ടറ്റോയുടെ വിത്തൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. പൊട്ടറ്റോ പച്ചക്കറി വാങ്ങിച്ചപ്പം കിട്ടിയ പൊട്ടറ്റോയിൽ ചെറിയ മുളയുള്ള ഭാഗം ഇങ്ങനെ മുറിച്ച് മണ്ണിനകത്തേക്ക് വെച്ചേ ഉള്ളായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് വിത്ത് വാങ്ങിക്കാമെന്ന് കരുതി. അതും 2-3 തരത്തിലുള്ള, അതായത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ടൈപ്പ് പൊട്ടറ്റോയും പിന്നെ പൊട്ടറ്റോ ചങ്ക്സ് ഇല്ലേ അതുപോലത്തെ പൊട്ടറ്റോയൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളം വിളവ് നമുക്ക് കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണണേ. നമ്മൾ ഒത്തിരി ബീൻസ് പയർ ഒത്തിരി പറിച്ചായിരുന്നു. പിന്നെ ക്യാരറ്റ് അത്ര ഭംഗിയായിട്ട് വന്നില്ല. ഈ വർഷം നമ്മൾ കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് ക്യാരറ്റ് നടണമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോയൊക്കെ നട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. താങ്ക്